നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതേപോലെ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യരുത്, അത് മുഴുവനായിട്ട് കേൾക്കുകയും വേണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ കാര്യത്തില് നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങൾ സ്കൂളിൽ ഒരു കൊച്ചിനെ പറഞ്ഞു വിടുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് നോക്കുന്നത്? സ്കൂളിന്റെ റാങ്കിങ്, സ്കൂളിന്റെ വിദ്യാഭ്യാസം എങ്ങനെയാണ്, സ്കൂളിന്റെ ബിൽഡിങ്സ് എങ്ങനെയാണ്, CBSE ആണോ, ICSE ആണോ, ഗവൺമെന്റ് സിലബസ് ആണോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. സ്മാർട്ട് ക്ലാസ് ആണോ, അല്ലെങ്കിൽ അതിന്റെ ക്ലാസ് റൂംസിന്റെ ടീച്ചേഴ്സ് എത്ര ക്വാളിഫൈഡ് ആണോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പൊതുവെ എഡ്യൂക്കേഷൻ നല്ലപോലെ കിട്ടുന്നുണ്ടോ, സ്കൂള് നിലവാരം എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ വിട്ടുപോണ ഒരു കാര്യമുണ്ട്. ആരും ഇതുവരെ അത് കാര്യം ചർച്ചയും ചെയ്തിട്ടില്ല. ഒരു ചാനലിലോ അല്ലെങ്കിൽ ഒരു യൂട്യൂബിലോ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. ആ വിഷയം എന്താണെന്ന് വെച്ചാൽ ടോയ്ലറ്റ് ആണ്, സ്കൂളിന്റെ ടോയ്ലറ്റ്സ്. നമ്മുടെ കുട്ടികൾ ഇതെന്തുകൊണ്ടാണ് പ്രധാനം എന്ന് ഞാൻ പറയാൻ കാണുന്നത്, നമ്മളൊരു കുട്ടി ജനിച്ച സമയം തൊട്ട് ടോയ്ലറ്റിൽ പോകാത്ത ഒരു മനുഷ്യനും ഇല്ല, ഒരു കുട്ടികളും ഇല്ല. അപ്പൊ പക്ഷെ നമുക്ക് അത് വൃത്തിഹീനമായിട്ട് ഇന്നത്തെ സ്ഥിതിക്ക്, ഇന്നത്തെ ഒരു 21st സെഞ്ച്വറി, ഇന്നത്തെ ഒരു സെൻജി എന്നൊക്കെ പറഞ്ഞ് കുറെ ട്രെൻഡ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റിന്റെ കാര്യം ആരും അത്ര ശ്രദ്ധ കൊടുക്കാറില്ല. പ്രത്യേകിച്ച് സ്കൂളിന്റെ ടോയ്ലറ്റ്സ്. നമ്മൾ കുട്ടികൾ പഠിക്കാൻ പോകുന്ന സ്കൂളിൽ നമ്മൾ കുട്ടി ഒരു 6 തൊട്ട് ഒരു 8 മണിക്കൂറുള്ള സ്കൂളിൽ ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ ആ ചെലവഴിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവന് അല്ലെങ്കിൽ ആ കൊച്ചിന് മൂത്രശങ്കം ഉണ്ടാവാം, ബാത്റൂമിൽ പോകണമെന്നൊക്കെ തോന്നും. അപ്പൊ അത് കൃത്യമായിട്ട് പോവാതിരിക്കുമ്പോഴത്തേക്ക് അത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബോഡിയിലും മാനസികമായിട്ടും നമുക്ക് ഉണ്ടാക്കും. ടോയ്ലറ്റ് വൃത്തിയില്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ വെള്ളം കുടി കുറയ്ക്കും. അതേപോലെ ടോയ്ലറ്റിൽ പോണത് ഒഴിവാക്കാൻ വേണ്ടി വെള്ളം കുടി കുറയ്ക്കും. അതാണ് പ്രധാനമായിട്ട്. പിന്നെ അതുകൊണ്ടുണ്ടാവുന്ന വയറുവേദന, കിഡ്നി ഫെയിലിയർ, അല്ലെങ്കിൽ വേറെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അതേപോലെ മലബന്ധം, യൂറിനറി ഇൻഫെക്ഷൻസ്, പിന്നെ അതേപോലെ പഠനത്തിൽ ശ്രദ്ധ കുറവ് വരാം. അപ്പൊ പ്രത്യേകിച്ച് ഇത് മാത്രമല്ല, അത് പൊതുവെ ഉണ്ടാവാത്തത്. പക്ഷെ ഒരു പെൺകൊച്ചാണെങ്കിൽ അതിന് ഈ മാസമുറ വരും. മാസമുറ എന്ന് വെച്ചാൽ മെൻസ്ട്രുവേഷൻ സൈക്കിൾ വരുമ്പോഴത്തേക്ക് ആ കൊച്ചിന് വൃത്തിയായ ടോയ്ലറ്റോ ഇത് ഇല്ലെങ്കിൽ ആ കുട്ടികൾ പൊതുവെ എന്താണ് ചെയ്യുന്നത്, അവർ സ്കൂളിൽ അന്നത്തെ ദിവസം പോവാതെ ഇരിക്കും, മുടക്കം വെച്ച് വീട്ടിലിരിക്കും. കാരണം വൃത്തിയില്ലാത്തൊരു ടോയ്ലറ്റ് വരുമ്പോഴത്തേക്ക്, അത് പ്രൈവറ്റിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ പൈസ കൊടുക്കുമ്പോഴത്തേക്ക് നല്ല വൃത്തിയായ ടോയ്ലറ്റ് ആണ്, അത് വൃത്തിയാക്കുന്നുണ്ടെന്നും ഒക്കെ നിങ്ങൾ തോന്നൽ വെറും റോങ് ആണ്. അത് നിങ്ങൾ പോയി നോക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കണം. അപ്പൊ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കേസിനും അങ്ങനെയാണ് വരുന്നത്. കാരണം അവർ സ്കൂളിൽ പോകാൻ മടിക്കും. കാരണം ബാത്റൂമിൽ പോകണ ഒരു വിഷമമായ കാര്യമാണ് ആ ടൈമിൽ. അപ്പൊ ഈ പെൺകൊച്ചുങ്ങളുള്ള മാതാപിതാക്കൾക്ക് അത് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ ഞാൻ അറിയുന്നത് ഇപ്പൊ നമുക്ക് വീട്ടില് നമ്മൾക്ക് പെൺകൊച്ചുങ്ങൾ അല്ലെങ്കിൽ വൈഫോ അല്ലെങ്കിൽ മദറോ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും ഇല്ലാന്ന്. പക്ഷെ നമ്മളത് മനസ്സിലാക്കി നമ്മൾ സ്കൂളിൽ പറഞ്ഞിടപ്പോൾ ഇതൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പൊ ഇതിന്റെ പ്രധാന കാരണം ഇതാണ് ഈ ടോയ്ലറ്റിന്റെ വൃത്തിയില്ലായ്മ കൊണ്ടുവരുന്നത്. ഇപ്പൊ നമ്മള് സർക്കാർ സ്കൂളിന്റെ സ്ഥിതി എടുക്കാം. സർക്കാർ സ്കൂളിന്റെ സ്ഥിതി പൊതുവെ ഇപ്പൊ ഗവൺമെന്റ് ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ പദ്ധതികളാണെന്നും. അത് സ്വച്ഛ് ഭാരത് മിഷൻ, ജൽ ജീവൻ മിഷൻ, സമഗ്ര ശിക്ഷ എന്നൊക്കെ പറഞ്ഞ് കുറെ ടോയ്ലറ്റ്സ് പുതിയതായിട്ട് ടോയ്ലറ്റ് സർക്കാർ ഗവൺമെന്റ് സ്കൂൾസിലൊക്കെ പണിത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് നിർമ്മിക്കണത് മാത്രമല്ല വിഷയം, ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് ക്ലീൻ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാനും കൂടെ പറ്റണം. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം അത് ക്ലീൻ ആയിട്ട് എന്നും ക്ലീൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ഡെയിലി ശ്രദ്ധിക്കാറുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണം എന്താണ്, ഡെയിലി ഹോംവർക്ക്, ക്ലാസ് വർക്ക്, ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഡെയിലി കൊച്ച് പോണ ടോയ്ലറ്റ് അവിടെ ഡെയിലി വൃത്തിയാക്കണമെന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ സ്കൂളിന്റെ ടോയ്ലറ്റ്സ്, ഇപ്പൊ ഗവൺമെന്റ് സ്കൂൾസിന്റെ ടോയ്ലറ്റ്സ് പൊതുവേ നമ്മൾ കാണുന്നത് കതവില്ല, വെള്ളമില്ല, ലൈറ്റിംഗ് ഇല്ല, അല്ലെങ്കിൽ ബാത്റൂം വൃത്തിയില്ലായ്മ കാണും, ദുർഗന്ധങ്ങൾ ഇതേപോലെ കാണും. അപ്പൊ അത് പിന്നെ കൈ കഴുകാൻ സോപ്പില്ല, ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ കാണാറുണ്ട്. ചില സ്കൂൾസിൽ നമുക്ക് കാണാവുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, അത് ചില ഗവൺമെന്റ് സ്കൂൾസിൽ അത് സ്റ്റോർ റൂംസ് ആയിട്ടും കൺവേർട്ട് ചെയ്യും. എന്തെങ്കിലുമൊക്കെ ഫർണിച്ചർ, പൊട്ടിപ്പൊളിഞ്ഞ ഫർണിച്ചർ വാരിയിടുക, അല്ലെങ്കിൽ വേണ്ടാത്ത സാധനങ്ങൾ വാരിയിടുക. അത് പൊതുവെ നമ്മൾ മിക്ക കാണുന്നുണ്ട്. എല്ലാ സ്കൂളും അങ്ങനെയാണെന്നല്ല ഞാൻ പറയണത്, അങ്ങനെയുള്ള സ്കൂളുകളുണ്ട്. അപ്പൊ അത് ഗവൺമെന്റ് തലത്തിൽ അവരന്വേഷിച്ച് അവരത് നടപടിയെടുക്കേണ്ട ഒരു കേസാണ്. ഇനി നമുക്ക് പ്രൈവറ്റ് സ്കൂൾസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. സ്വകാര്യ സ്കൂൾസിന്റെ ബിൽഡിങ്സ് ഒക്കെ എന്ന് പറയുന്നത്, ടോയ്ലറ്റ്സ് വളരെ മെച്ചപ്പെട്ടതാണ്. ഗവൺമെന്റിനെ അപേക്ഷിച്ച് നോക്കപ്പോഴത്തേക്ക് അത് മെച്ചപ്പെട്ടതാണ്. അത് ഞാൻ പറഞ്ഞത് മെച്ചപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വൃത്തിയുള്ള ടോയ്ലറ്റ് ആയിരിക്കും. ഹാൻഡ് വാഷ്, ലിക്വിഡ് സോപ്പ്, ടിഷ്യൂ, കണ്ണാടി, മുഖം നോക്കണ കണ്ണാടി, സാനിറ്ററി നാപ്കിൻ ഡിസ്പെൻസ് ചെയ്യുന്നുള്ള
അതിന്റെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ, ഡസ്റ്റ്ബിന്ന്. പക്ഷെ എല്ലാ സ്കൂളും ഇതേപോലെയല്ല. ഇത് ഞാനിപ്പോ വായിച്ച ലിസ്റ്റ് നിങ്ങൾ മിക്ക സ്കൂളിൽ കാണിച്ചു തരുമായിരിക്കും. പക്ഷെ ഇത് നിങ്ങൾ പോയി നോക്കാറുണ്ടോ, ഹാൻഡ് വാഷ് ഉണ്ടോ എന്ന്, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളുണ്ടോ എന്ന്? ചില സ്കൂളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ചെവരിൽ അതും ഇതും എഴുതി വെച്ചേക്കും കുട്ടികൾ. അതൊക്കെ കാരണം അത് ചില കുട്ടികൾക്ക് ഭയങ്കര ഒരു പ്രശ്നമുണ്ടാക്കും, മെന്റലി കുറച്ച്. കാരണം നമ്മൾ അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊരു സ്കൂളിൽ നമ്മൾ വിദ്യാഭ്യാസമാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹൈജീനും കൂടെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് സ്കൂൾ എന്ന് നമ്മൾ കരുതണം. കാരണം ഇല്ലെങ്കിൽ കുട്ടികൾക്ക് അത് വളരെ പ്രോബ്ലം ഉണ്ടാകും. എന്ന് വെച്ചാൽ പ്രൈവറ്റ് സ്കൂൾസ് എല്ലാം മോശമായി അല്ലെങ്കിൽ സർക്കാർ സ്കൂൾ എല്ലാം മോശമായി വെക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ പഠിപ്പിക്കാൻ വിടുന്ന സ്കൂളിന്റെ നിങ്ങളെ കുട്ടികൾ അതിൽ വൃത്തിയായിട്ട് പോകണുണ്ടെന്ന് മാതാപിതാക്കൾ പ്രത്യേകിച്ച് അത് അന്വേഷിച്ച് ഒരു PTA മീറ്റിംഗ് വെച്ചോ അല്ലെങ്കിൽ PTA ഭാരവാഹികൾ കൃത്യമായിട്ട് അത് നോക്കി കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. അത് ഇതെല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല, മെയിൻ ആയിട്ട് പരിപാലിക്കണം. എന്ന് വെച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് ക്ലീനിങ് ഡെയിലി ചെയ്യുന്നുണ്ടോ അത് നമ്മൾ നോക്കണം. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പല പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കും നമ്മൾ നോക്കണം. അപ്പൊ ഇത് ഒരു പ്രധാനമായ കാര്യമാണ്. നമുക്ക് ഞാൻ ഇന്ത്യയുടെ നിയമങ്ങളെ കുറിച്ച് പറഞ്ഞു തരാം. ഈ ഒരു സ്കൂൾ അനുവദിക്കപ്പോഴത്തേക്ക് അതിന്റെ എങ്ങനെയാണ് നിയമങ്ങൾ അതില് കൊടുത്തിട്ട് ഈ ടോയ്ലറ്റ്സിന്റെ ഫെസിലിറ്റിയെ കുറിച്ച് നിയമങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഇന്ത്യയുടെ പൊതുവെ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമം CBSEയുടെ ഒരു നിയമപ്രകാരമായുള്ള ഒരു സ്കൂളാണെങ്കിൽ ടോയ്ലറ്റിന്റെ റേഷ്യോ വെച്ചിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ഒരു 25 ഗേൾസിന് ഒരു ടോയ്ലറ്റ് വേണം. എന്ന് വെച്ചാൽ 25 കുട്ടികൾക്ക് ഒരു ടോയ്ലറ്റ് വേണം. ഇത് ഞാൻ റേഷ്യോ ആണ് പറയുന്നത്. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ബാക്കി കാര്യങ്ങൾ. ഇതൊക്കെ എന്തൊക്കെയാണ് നോർമൽ കാര്യങ്ങളാണ്. പിന്നെ 40 ആൺകൊച്ചുങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കൊരു ടോയ്ലറ്റ് വേണം. പിന്നെ യൂറിനൽ 20 ആൺകൊച്ചുങ്ങൾക്ക് യൂറിനൽ പാസ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും വേണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 1000 അല്ലെങ്കിൽ ഒരു 100 കുട്ടികൾ നമ്മൾ ഇപ്പൊ പൊതുവെ 2000-3000 കുട്ടികൾ അതിൽ കൂടുതലുള്ള സ്കൂളുള്ള കുട്ടികളുണ്ട്. അപ്പൊ അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി നമ്മൾ നോക്കണം. ഇപ്പൊ ചില എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഫ്ലോറിൽ തന്നെ എത്ര ക്ലാസ് റൂംസ് കാണും. ഒരു റൂംസിൽ കുറഞ്ഞത് 40 കുറയാതെ കുട്ടികൾ മിക്ക സ്കൂളിലും ഉണ്ടാവും. 40 കുറയാതെ എന്ന് വെച്ചാൽ 40 അടുപ്പിച്ച് അല്ലെങ്കിൽ 40 കുറയാതെ കുട്ടികൾ ഏത് ഒരു ക്ലാസ് റൂമിലും കാണും. 1ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 2ാം ക്ലാസ്സിൽ തന്നെ എത്ര ഡിവിഷൻസ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ടോയ്ലറ്റ്സ് ഫെസിലിറ്റീസും വേണം. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല 25 കുട്ടികൾക്ക് 25 കുട്ടിക്ക് ഒരു പെൺകൊച്ചിന് ഒരു ടോയ്ലറ്റ് വേണമെന്നാണ് സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത്. അതേപോലെ 40 ആൺകൊച്ചുങ്ങൾക്ക് ഒരു ടോയ്ലറ്റും 20 പേർക്ക് ആൺകൊച്ചുള്ള യൂറിനലും വേണം. പിന്നെ സ്റ്റാഫ് ടോയ്ലറ്റ്സ് സെപ്പറേറ്റ് ആണ്. ഇത് ഞാൻ അതിൽ എടുക്കുന്നില്ല, അത് ഞാൻ പറയുന്നില്ല. അതാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ റൂൾസ് പറയുന്നത്. പക്ഷെ കേരളത്തിൽ നമ്മൾ ഇവിടെ റിവൈസ് ചെയ്തിട്ടുണ്ട്. കേരളം കുറച്ചുകൂടെ ഗവൺമെന്റ് കുറച്ചുകൂടെ റിവൈസ്ഡ് ആയിട്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ കേരള എഡ്യൂക്കേഷൻ റൂൾ പ്രകാരം പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസ് എന്ന് വെച്ചാൽ ഒരു 10 പെൺകൊച്ചുങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് വേണമെന്ന് പറഞ്ഞു. പക്ഷെ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് 25 പെൺകൊച്ചുങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് എന്നാണ്. പക്ഷെ ഇതില് നമ്മളെ കേരള സ്റ്റേറ്റ് പറഞ്ഞിരിക്കുന്നത് 10 പെൺകൊച്ചുങ്ങൾക്ക് ഒരു ടോയ്ലറ്റും 25 ആൺകൊച്ചുങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് വേണമെന്നാണ് കേരള ഗവൺമെന്റ് എഡ്യൂക്കേഷൻ റൂൾ പറഞ്ഞത്. പക്ഷെ അത് എത്ര പ്രൈവറ്റ് സ്കൂൾസിൽ ആക്കുന്നുണ്ട്. ഇപ്പോൾ ചില സ്കൂൾസിൽ 3 നിലയുള്ള, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു, 3 നിലയുള്ള ഒരു സ്കൂളാണെങ്കിൽ ഓരോ നിലയിൽ എത്ര ടോയ്ലറ്റ് അവർ വെക്കണം. ഒരു നിലയിൽ തന്നെ എത്രയോ ക്ലാസ് റൂംസ് കാണും. ചിലപ്പോൾ 10 കുറയാതെ ഒരു ക്ലാസ് റൂംസ് അല്ലെങ്കിൽ 5-10 ക്ലാസ് റൂംസ് ഉള്ള ടോയ്ലറ്റ് ഒരു ഫ്ലോർ ആണെങ്കിൽ ആ ഫ്ലോറിൽ തന്നെ കൊടുക്കുകയും വേണം. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പൊ നമ്മൾ ഇത് എത്രമാത്രം നമ്മൾ കൊച്ചിനെ സ്കൂളിൽ പറഞ്ഞിട്ടപ്പോ ഇപ്പൊ ശ്രദ്ധിക്കുന്നുണ്ടോന്നും നമ്മൾ അത് ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ പഠിച്ചത് ഞാൻ പഠിച്ച സ്കൂളൊക്കെ പ്രൈവറ്റ് ആണെങ്കിൽ അതിന്റെ ടോയ്ലറ്റ് എന്നൊക്കെ പറയാൻ ടോയ്ലറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. അതിനെക്കാട്ടി നമ്മൾ വല്ല പറമ്പില പോയി ഒഴിക്കണം. അതൊക്കെ പക്ഷെ പഴയ കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ സ്കൂൾസിൽ പോലും അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഞാൻ കാണുന്നില്ല. ഞാനിപ്പോ ഗൾഫിലൊക്കെ ജോലി ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ചില സ്കൂൾസിൽ ഞാൻ ആക്സിഡന്റലി പല കാര്യങ്ങൾക്ക് പോവാറുള്ളപ്പോ അവിടുത്തെ ടോയ്ലറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലീൻഡ് ആണ്. അതൊക്കെ ഇന്റർനാഷണൽ റൂൾ പ്രകാരം അവർ ചെയ്യുന്നതാണ്. അവർ അതിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ ഇവിടുത്തെ പ്രൈവറ്റ് സ്കൂൾസ് പോലും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ആരും പേരൊന്നും ഇതിൽ പറയുന്നില്ല. പക്ഷെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഞാൻ കുറഞ്ഞത് ഒരു 7-8 പ്രൈവറ്റ് സ്കൂൾസ് പോയി നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് എന്ന് പറഞ്ഞു ആൾക്കാരെ
ഇത് വെച്ച് ഞാൻ കണ്ടു നോക്കിയതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മൾ കുട്ടിക്ക് അഡ്മിഷൻ എടുക്കാൻ പല സ്കൂൾസിൽ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോഴത്തെ കാണുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ആദ്യമൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് പിന്നീട് മനസ്സിലായി ഇതൊക്കെ നിർബന്ധമാണ്. കാരണം കൊച്ചു കുട്ടികൾക്ക് ചിലപ്പോൾ വീട്ടിൽ വരപ്പോഴാണ് അവർക്ക് അതിന്റെ ഒരു പ്രശ്നം നമ്മളത് മനസ്സിലാക്കണം. നമ്മളത് കൊച്ചിൻ്റെ അടുത്ത് ചോദിക്കണം, ബാത്റൂമിൽ പോകണമെന്നോ ഇല്ലെന്നൊക്കെ നമ്മൾ ചോദിക്കണം. കാരണം അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ മാൻഡേറ്ററി ആയിട്ട് ഇത്ര വേണമെന്നാണ് പറയുന്നത്. പിന്നെ അതിൽ കൂടാതെ ഇതിപ്പോ ഞാൻ നോർമൽ റേഷ്യോ വെച്ച് പറഞ്ഞാണ്. ഇപ്പൊ ഒരു 1000 കൊച്ചുള്ള സ്കൂളിൽ ഒരു 500 ആൺകൊച്ചുങ്ങൾ 500 പെൺകൊച്ചുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ 500 ഡിവൈഡഡ് ബൈ കേരള റൂൾ പ്രകാരം 500 ഡിവൈഡഡ് ബൈ 10 എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു 50 ടോയ്ലറ്റ് എങ്കിലും ഒരു സ്കൂളിൽ വേണമെന്നാണ് കേരള എഡ്യൂക്കേഷൻ പറയുന്നത്. അപ്പൊ ഈ കേരള എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞതില്ലേ, ഈ 500 കുട്ടികളുള്ള അല്ലെങ്കിൽ 500 പെൺകൊച്ചുങ്ങൾ, ഇപ്പൊ 1000-ൽ 500 പെൺകൊച്ചുങ്ങൾ, 500 ആൺകൊച്ചുങ്ങളാണെങ്കിൽ അപ്പൊ 500 ആൺകൊച്ചുങ്ങളാണെങ്കിൽ അത് ഡിവൈഡഡ് ബൈ നിങ്ങൾക്ക് എത്ര എടുക്കാം, 25 ബോയ്സിന് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറഞ്ഞൊരു 25 തന്നെയാണോ? ഇത് നോക്കട്ടെ, 500 ഡിവൈഡഡ് ബൈ 25 കുട്ടികളാകുമ്പോഴത്തേക്ക് 20 ബോയ്സിന്റെ ടോയ്ലറ്റ്സ് വേണം. യൂറിനൽ അപ്പൊ അറ്റ്ലീസ്റ്റ് 10 യൂറിനലും 20 ടോയ്ലറ്റ്സും വേണമെന്നാണ് കേരള ഗവൺമെന്റ് എഡ്യൂക്കേഷൻ പറയുന്നത്, റൂൾസ് പ്രകാരം പറയുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ഗൂഗിളിനകത്ത് പോയി സെർച്ച് ചെയ്താൽ നോർമലി കിട്ടുന്ന ഒരു കേസാണ്. ഇത് വലിയ ഒരു ഇതൊന്നും നിങ്ങൾ എടുക്കേണ്ട, ഹെഡേക്ക് എടുക്കേണ്ട. ഇപ്പൊ ഇന്റർനെറ്റിനകത്ത് എന്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ഞാൻ ഇത് അറിയാൻ വേണ്ടി, എന്താണ് റൂൾസിനെ അറിയാൻ വേണ്ടി ഞാൻ അന്വേഷിച്ചപ്പോൾ കിട്ടിയതാണ്. ഇത് കൂടാതെ ഇപ്പൊ നമുക്ക് വെള്ളത്തിന്റെ സൗകര്യങ്ങൾ, സാനിറ്ററി നാപ്കിൻ ഡിസ്പോസ് ചെയ്യാനുള്ള സൗകര്യം, കൈ കഴുകാനുള്ള സോപ്പ്, ഈ വെളിച്ചം അതേപോലെ എയർ സർക്കുലേഷൻ എത്രമാത്രം ഉണ്ടെന്ന് ഇതൊക്കെ നമ്മൾ അതിൽ നോക്കണം. ചില സ്കൂളിന്റെ ടോയ്ലറ്റ്സ് എന്ന് പറയുന്നത് ഇരുളമാണ്, പോണ അതിന്റെ വാക്ക് വേ അല്ലെങ്കിൽ അതിന്റെ കോറിഡോർ വഴി പോണത് തന്നെ ഇരുട്ടാണ്. അപ്പൊ അതൊക്കെ എത്രമാത്രം വെളിച്ചം കൊടുത്തിട്ട് കിട്ടുന്ന സൗകര്യത്തിൽ ആൾക്കാർ 100 കണക്കിന് 500 1000 കണക്കിന് കുട്ടികളെ മാക്സിമം ഫീസ് ഈടാക്കാനുള്ളത്. ഇപ്പൊ പ്രൈവറ്റ് സ്കൂളിന്റെ ഫീസ് ചില്ലറയല്ല, നല്ല എമൗണ്ടാണ് വരുന്നത്. പക്ഷെ അതിനുള്ള സൗകര്യം എഡ്യൂക്കേഷൻ മാത്രം നിങ്ങൾ നോക്കിയാൽ പറ്റത്തില്ല. കാരണം ഇതുകൊണ്ട് പ്രധാനമായ ഒരു കാര്യമാണ്. ഇത് എത്ര ഒരു സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ സ്ഥിരമായി അത് വൃത്തിയാക്കണുണ്ടോ എന്നൊക്കെ നമ്മൾ അത് നോക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയില്ലെങ്കിൽ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളെ കുട്ടിക്ക് ഭാവിയിൽ ഇത് ഒരു വലിയൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കാം. ഇപ്പൊ പല രീതിയിലുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ബാധിക്കും. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിങ്ങിന്റെ കുറവോ അല്ലെങ്കിൽ ടോയ്ലറ്റ് ഇല്ലായ്മയുടെ കുറവോ എന്ന് പറയാൻ പറ്റില്ല. ടോയ്ലറ്റ് ഉണ്ടെന്ന് തന്നെ നമുക്ക് ഇപ്പൊ വിചാരിക്കുകയാണെങ്കിൽ അതിന്റെ വേറെയും പ്രശ്നങ്ങളുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ക്ലീനർ ഇല്ല. പിന്നെ ഇതിന്റെ ടോയ്ലറ്റ്സ് ലോക്ക് പോയി കിടക്കും. ഒന്ന് ലൈറ്റ് വെട്ടം കാണത്തില്ല, ബഡ്ജറ്റ് കുറവായിരിക്കാം. പിന്നെ ആരും ഇതിനെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി ഇതിന് പ്രത്യേകിച്ച് ഒരു ക്ലീനിങ് സൂപ്പർവൈസർ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ല. പൊതുവെ അഡ്മിൻസ് ആണ് ഇത് ഞാൻ കണ്ടെടുത്തുള്ളൂ. പക്ഷെ അവര് തന്നെ വളരെ 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 ലാഘവത്തോടെയാണ് അത് നോക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് ബോധവൽക്കരണം കൊടുക്കണം, ഇതിനെക്കുറിച്ച് അവരെ വൃത്തിയെക്കുറിച്ച് ബോധവൽക്കരണം കൊടുക്കണം. നമ്മുടെ ക്ലാസ് റൂമിൽ പഠിപ്പിക്കും കൈ സോപ്പ് കൊണ്ട് കഴുകണം. പക്ഷെ സോപ്പ് നിങ്ങൾ ഫെസിലിറ്റി അവിടെ കൊടുക്കുന്നുണ്ടോ? ഇപ്പൊ സോപ്പ് വേണ്ടത് ബഡ്ജറ്റിൽ PTA മീറ്റിംഗിൽ അവർ പറയും ബഡ്ജറ്റ് കുറവാണെന്നൊക്കെ പറയും. അപ്പൊ ഈ ഫീസ് എന്ന് പറഞ്ഞ എഡ്യൂക്കേഷന് വേണ്ടി മാത്രമാണോ നമ്മൾ പ്രൈവറ്റ് സ്കൂളിൽ കൊടുക്കുന്നത്? നമുക്ക് ഒരു വൃത്തിയായി നമ്മളിപ്പോ ഹോട്ടലിൽ ആഹാരം കഴിക്കുമ്പോൾ ഗവൺമെന്റ് റൂൾ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഹോട്ടൽസിൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ കുറേയൊക്കെ ഹോട്ടൽസ് നല്ലപോലെ ബാത്റൂം ഫെസിലിറ്റി ഒക്കെ നന്നാക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർക്ക് അത് ബിസിനസ് ആണ്. ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മളവിടെ പോകുന്നത്. അപ്പൊ ടോയ്ലറ്റ് ഫെസിലിറ്റി കൊടുക്കണം നിർബന്ധമാണ്. അപ്പൊ ഈ ഫീസിന്റെ കൂടെ നമ്മൾ ഈ പ്രൈവറ്റ് ആയാലും ഗവൺമെന്റ് ആയാലും ഇപ്പൊ ഗവൺമെന്റിന്റെ സ്കൂള് എന്റെ കുട്ടികൾക്ക് ഇങ്ങനെ മോശമായി തന്നെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. അത് നല്ലപോലെ തന്നെ കൊടുക്കണം. രണ്ടും ഈക്വൽ ആണ്. കുട്ടികൾ എല്ലാവർക്കും അവരവരുടെ കുട്ടികൾ വളരെ വേണ്ടപ്പെട്ടവർ തന്നെയാണ്. അപ്പൊ അതിൽ ഒരു ഞാൻ താരതമ്യം പറയുന്നില്ല. അപ്പൊ അതിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. രണ്ടിടത്തും ഇതേപോലെ തന്നെ കൊടുക്കണം. പിന്നെ അധ്യാപകരും രക്ഷകർത്താക്കളും കൂടെ ശ്രദ്ധ കുറവുണ്ട്. കാരണം എന്താ മെയിൻ ഇത് തന്നെയാണ് വിഷയം. കാരണം ഇത് നിങ്ങൾ എവിടെ വേണമെങ്കിലും യൂട്യൂബിലോ എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്ത് ഇതിനെ കുറിച്ച് ഒരു വാക്കോ ഈ ഒരു വിഷയം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. എങ്ങനെ പരിപാലിക്കണം എന്ന് നമ്മൾ അതൊന്ന് നോക്കണം. ഞാൻ ഇപ്പൊ ഓരോന്ന്
പോയിന്റ്സ് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ അതിനനുസരിച്ച് ഓരോ സ്കൂൾസിൽ അത് നമ്മൾ നിർബന്ധമായിട്ട് അതേപോലെ നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ ഒരു അഡ്മിൻ ഡിപ്പാർട്ട്മെന്റോ ക്ലീനിങ് സൂപ്പർവൈസർ നമ്മൾ നോക്കണം. അപ്പൊ ഒരു സ്കൂളിൽ ദിവസം ഇപ്പൊ 2 പ്രാവശ്യങ്ങൾ വൃത്തിയാക്കണം. അറ്റ്ലീസ്റ്റ് 2 പ്രാവശ്യങ്ങൾ വെള്ളം ഒഴിച്ചെങ്കിൽ നല്ലപോലെ ക്ലീൻ ചെയ്ത് വിടണം. പിന്നെ വെള്ളം ഒരിക്കലും തീരരുത്. കറക്റ്റ് നമ്മൾ വെള്ളത്തിന്റെ ഫെസിലിറ്റി നമ്മൾ കിണറോ കുഴൽക്കിണറോ കോർപ്പറേഷൻ വാട്ടർ ഏതായാലും നമ്മൾ എപ്പോഴും ഫെസിലിറ്റി. കാരണം ഇത്രയും കുട്ടികൾ വരുന്നത് നമ്മൾ ഒരു കല്യാണത്തിൽ പോകുമ്പോൾ തന്നെ 1000-2000 ജനങ്ങൾ വരുന്ന ഒരു കൈ കഴുകാനുള്ള ടോയ്ലറ്റും ബാത്റൂമും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ അൽസാജായാലും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. മനസ്സിലായില്ലേ? നമ്മൾ അത്രയും എമൗണ്ട് കൊടുത്ത ഒരു അപ്പൊ അതേപോലെ കുട്ടികൾക്ക് വെള്ളത്തിന്റെ സൗകര്യം അപ്പൊ കല്യാണം പോലെ നടത്തണം എന്നല്ല ഞാൻ പറഞ്ഞു. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ പലയിടത്തും കാണുന്നത് നമ്മൾ സ്വന്തമായിട്ട് അതിന് വിലയിരുത്തുക. നമ്മുടെ കുട്ടിക്ക് എങ്ങനത്തെ ടോയ്ലറ്റിൽ നല്ല രീതിയിൽ അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ട് നല്ല വൃത്തിയായിട്ട് പോകണം. പിന്നെ സോപ്പ്, ടിഷ്യൂ, ഒന്നെങ്കിൽ ഈ വിഷയം ഇപ്പൊ സോപ്പും ടിഷ്യൂ എല്ലാം ഗവൺമെന്റ് കോളേജിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് എങ്ങനെയാണ്? നമുക്ക് പ്രൈവറ്റിന്റേതായാലും കുട്ടികൾ നോർമലി നമുക്ക് ടവലൊക്കെ കൊടുത്തു വിടാൻ പറ്റും. അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു ഷാംപൂര് അല്ലെങ്കിൽ ഒരു സോപ്പിന്റെ സാഷേ നമുക്ക് കൊടുത്തു വിടാൻ പറ്റും. അവർക്ക് പേഴ്സണലായിട്ട് കയ്യിൽ വെച്ച് ഇപ്പൊ ടിഫിൻ ബോക്സ് വെക്കുന്ന പോലെ അതും അവർക്ക് അതൊക്കെ മാനേജബിൾ ആണ്, പാരന്റ്സിന് മാനേജബിൾ ആണ്. പക്ഷെ അതിന് എന്തെങ്കിലും നമ്മളൊരു പ്രൊവിഷൻ ഉണ്ടാക്കണം. ഒന്നെങ്കിൽ അവിടെ അവർ പ്രൊവൈഡ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ അതിനെ ഓരോ കുട്ടികൾക്ക് കുടിക്കണ വെള്ളത്തിന്റെ കൂടെ തന്നെ ഒരു ടവലോ ഒരു കൈ കഴുകാൻ വേണ്ടി ചെറിയ സോപ്പ് 5-ന്റെ 10-ന്റെ ഒക്കെ ചെറിയൊരു സാഷേ പോലെ ഒരു ഇത് വരും. അപ്പൊ അതേപോലെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു വെള്ളം ഇതൊന്നും ഒലിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംവിധാനം നമ്മൾ ചെയ്യണം. അത് നമ്മൾ ചെയ്യണം. ഞാൻ കൊടുത്തു വിടാറില്ല, പക്ഷെ ഞാൻ ഇത് ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. നമ്മൾ ഇതിന് ഒരു വഴി കണ്ടെത്തണം. അതാണ് എൻ്റെ ഒരു പ്രധാന ഒരു ഇത്. നമ്മൾ ഇതിനൊരു വഴി കണ്ടെത്തണം. പിന്നെ ഓരോ ആഴ്ചയും നമ്മൾ ഈ ടോയ്ലറ്റ്സിനെ പരിശോധന നടത്തണം. എന്ന് വെച്ചാൽ ഒരു സൂപ്പർവൈസർ വെക്കുക, അല്ലെങ്കിൽ PTA മീറ്റിംഗ് വെക്കുന്നുണ്ട്. അപ്പൊ നോർമലി പല PTA മീറ്റിംഗ് എന്ന് പറയുന്നത് വെറുതെ വേസ്റ്റ് ആയിട്ട് ഒരു ചുമ്മാ റിസൾട്ട് കൊടുക്കുക, കുട്ടികളുടെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ വീട്ടിൽ പോവുക. ഇതാണ് നടക്കുന്നത്. നമ്മൾ ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ നോക്കാറില്ല. പിന്നെ പെൺകുട്ടികൾക്കുള്ള സാനിറ്ററി നാപ്കിൻ ഡിസ്പോസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുക. പിന്നെ ചെറിയ ഒരു സാനിറ്ററി നാപ്കിൻസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി മിക്ക സ്കൂളിൽ ചെറിയ പ്രൈവറ്റ് ക്യാൻറ്റീൻസ് നടത്തുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ ഇതുവരെ പോയി നോക്കിയിട്ടില്ല. അതിനകത്ത് അങ്ങനെ ഒരു അവൈലബിലിറ്റി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ സ്കൂളിന്റെ ഒരു ചെറിയ സ്റ്റോറിലോ ഇങ്ങനെയുള്ള പെന്നും പെൻസിലും അല്ലെങ്കിൽ ഇത് ഇങ്ങനെ മേടിക്കാനുള്ള ചെറിയൊരു സ്റ്റോർ റൂം പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനെ സാനിറ്ററി നാപ്കിൻ ബേസിക്സ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മേടിക്കാനുള്ള ഒരു സ്റ്റോറോ പർച്ചേസ് ചെയ്ത് തന്നെ ആയിക്കൊണ്ട് പോട്ടെ. അത് ഒരു കുട്ടിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അറിയാലോ. അപ്പൊ ആ മാതാപിതാക്കൾ പൈസ കൊടുത്ത് ഇവിടെ അവർ ആ ടൈമിന് വരപ്പോഴത്തേക്ക് അവർക്ക് ശങ്കയില്ലാതെ മേടിക്കുകയും ചെയ്യും. അവിടെ ലേഡീസിനെ വല്ല അപ്പോയിന്റ് ചെയ്തിട്ട് അങ്ങനെ വല്ല നമ്മളൊരു വഴി കാണണം. അപ്പൊ പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയെന്ന് വെച്ചാൽ പറയാൻ, വീൽ ചെയർ ഇപ്പൊ ചില കുട്ടികൾക്ക് ഇത് കാണാം. അപ്പൊ അത് ട്രാമ്പ് പോലെ ടോയ്ലറ്റ്സിൽ പോകാനും ഇറങ്ങാനുള്ള ഒരു ഫെസിലിറ്റി നമ്മൾ എപ്പോഴും ടോയ്ലറ്റ്സ് ബിൽഡിങ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളത് നോക്കണം. അപ്പൊ ചില കുട്ടികൾക്ക് വൈകല്യങ്ങൾ കാണാം. അപ്പൊ അവർക്ക് ബാത്റൂമിൽ ആക്സസ് ചെയ്യാനുള്ള ഒരു ട്രാമ്പ്, ഇങ്ങനെ സ്ലോപ്പുള്ള സ്റ്റെപ്പ് കൂടാതെ ട്രാമ്പ് പോലെ എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള ഇത് കൊടുക്കണം. ഇപ്പൊ നോർമലി നമ്മളിപ്പോ മിക്ക ഷോപ്പിംഗ് മോളിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ നമുക്ക് കാണാം സ്റ്റെപ്പിനോട് ഒരു റാമ്പ് പോലെ കാണും. അത് സാധനങ്ങൾ തള്ളി ഉരുട്ടാൻ വേണ്ടി മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നോർമലി ഇങ്ങനെയുള്ള ഭിന്നശേഷിക്കാർക്ക് അല്ലെങ്കിൽ വൈകല്യങ്ങളുള്ളവർക്ക് വീൽ ചെയറിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സൗകര്യത്തിനാണ്. അത് സ്കൂളിൽ മസ്റ്റായിട്ട് നമ്മൾ നോക്കണം. അപ്പൊ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് ശുചീകരണ ബോധവൽക്കരണം സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഇന്റർവെൽ ടൈമിൽ എല്ലാവരും അവരുടെ അടുത്ത് പറയാ, ഡിസ്കഷൻ ചെയ്യുക, പറഞ്ഞു കൊടുക്കുക, പോയിട്ട് കൈ കഴുകണ കാര്യങ്ങൾ അത് എങ്ങനെയാണ്. പിന്നെ ആയമാരെ അപ്പോയിന്റ് ചെയ്യുക. ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 3-ാം ക്ലാസ് അല്ലെങ്കിൽ 2-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ബാത്റൂമിൽ പോകാനും അല്ലെങ്കിൽ പോകുമ്പോഴത്തേക്ക് അവര് പ്രത്യേകിച്ച് പെൺകൊച്ചുങ്ങൾക്ക് പോകുമ്പോഴത്തേക്ക് അവരെ നോക്കി അവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ആയനെ അവിടെ അപ്പോയിന്റ് ചെയ്യുക. ക്ലീനിങ് അല്ലാതെ ഒരു ലേഡീസ് ആയനെ നമ്മൾ അവിടെ അപ്പോയിന്റ് ചെയ്യണം. മിക്ക സ്കൂളിലും അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഇല്ലാത്ത പക്ഷമാണ് നമ്മളെ കുട്ടിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. കാരണം അവർ സ്കൂളിൽ പോകാൻ മടിക്കും.
കാരണം അവർക്ക് ബാത്റൂമിൽ പോകണമെന്ന് വെച്ചപ്പോ എന്റെ മോനാണെങ്കിൽ രാവിലെ പോകുമ്പോഴത്തേക്കും ആഹാരം കഴിക്കാൻ മടിയാണ്. അവന് എന്ന് വെച്ചാൽ അവൻ പറഞ്ഞു ബാത്റൂമിൽ പോവാൻ അവന് വൃത്തിയില്ലാത്തത് കൊണ്ട് ഉള്ള ഒരു എന്നൊക്കെയാണ് അവന്റെ പറയുന്നത്. അവൻ പോവാൻ ഒരു വൃത്തിയില്ലാത്തതുകൊണ്ടാണോ അതെങ്കിൽ അവന് മറ്റവരുടെ മുമ്പേ പോവാനുള്ള ഈ നാണമോ അല്ലെങ്കിൽ ഷൈനസ് കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ഇത് പൊതുവേ എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യത്തിനാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പൊ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യണം. അതേപോലെ നിങ്ങൾ PTA മീറ്റിംഗ്സിൽ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ബാത്റൂംസ് പോയി പരിശോധിക്കണം. അതേപോലെ അത് കൂടാതെ ഒരു PTA ഒരു ഭാരവാഹി ഉണ്ടെങ്കിൽ അത് സ്കൂൾ ടൈമിങ്ങിൽ സ്കൂൾ സമയത്ത് തന്നെ അത് എത്രമാത്രം വൃത്തിയുണ്ടെന്ന് നിങ്ങൾ പോയി നോക്കണം. അത് പ്രൈവറ്റ് ആയാലും ഗവൺമെന്റ് ആയാലും ഗവൺമെന്റിന് വേണ്ടപ്പെട്ട ആൾക്കാർ, ഡിപ്പാർട്ട്മെന്റ്സിൽ പെട്ട ആൾക്കാർ, അല്ലെങ്കിൽ സ്കൂളിൽ പ്രൈവറ്റ് സ്കൂൾസിന് അങ്ങനെയാണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ അതിന് വേണ്ടപ്പെട്ട ആൾക്കാർ അത് പോയി നോക്കണം, അത് ചെയ്യണം. ഇതൊരു നല്ല ഒരു ഇതിനാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞിരിക്കുന്നത്. ഇത് ആരെങ്കിലും ഒരു പ്രൈവറ്റോ ഗവൺമെന്റിന്റെ സ്കൂളിനെ കുറിച്ച് ഞാൻ ഇതിലൊന്നും പറയുന്നില്ല. നമുക്കിതൊരു ജനറലായ ഒരു കാര്യമാണ്, ഇത് ശ്രദ്ധിക്കണം, അത്ര തന്നെ. അപ്പൊ താങ്ക് യു. നിങ്ങൾ ഈ വീഡിയോ പറ്റുകയാണെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ ഗവൺമെന്റ്സ് പ്രൈവറ്റ് സ്കൂൾസിന് നിങ്ങൾക്ക് ഈ അഭിപ്രായം നിങ്ങൾക്കായിട്ട് വെക്കാം. ഓക്കെ, അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.